തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2016-ലും 2021-ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 90-ൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഇപ്രാവശ്യവും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ 90 സീറ്റുകളിൽ കൂടുതൽ നേടി. കഴിഞ്ഞ 2 പ്രാവശ്യം പോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 3ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ കാര്യം കഴിഞ്ഞ ഈ മാസം 9-ന് ജനങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ദാരിദ്ര്യരഹിത കേരളം സൃഷ്ടിക്കുന്നതിനുള്ള അംഗീകാരം അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിനി ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതെല്ലാം നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തതാണ്. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വലിയ അവകാശവാദമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UDF നേതാക്കളും ഒപ്പം ചില മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വെക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഈ വിശ്രമ ഒഴിവ് സമയത്ത് അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പ് തന്നെ UDFകാർ മന്ത്രിസഭാ രൂപീകരണം പോലും സാങ്കല്പികമായി നടത്തി കഴിഞ്ഞതായിരുന്നു. അന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കുവെക്കും എന്ന കാര്യം അന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. മന്ത്രിമാരുടെ ലിസ്റ്റും പേഴ്സണൽ സ്റ്റാഫിന്റെ അംഗങ്ങളുടെ റിക്രൂട്ട്മെന്റുമെല്ലാം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാടെല്ലാം അന്ന് പുറത്തു വന്ന വിവരങ്ങളായിട്ട് നമ്മളെല്ലാം അറിഞ്ഞതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 99 സീറ്റ് നേടി LDF അധികാരത്തിൽ വരികയാണ് ചെയ്തത്. ഇപ്രാവശ്യവും ചർച്ചകളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ അവസാനം വെടിനിർത്തി ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ മുഖ്യമന്ത്രി എന്നൊക്കെ തീരുമാനിച്ച് വാർത്താമാധ്യമങ്ങളിൽ തന്നെ അത്തരം വിവരങ്ങൾ നൽകുന്ന സ്ഥിതി ഞാനും നിങ്ങളെല്ലാം കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതിന് ഉത്തരവാദിത്തമുള്ള ഏജൻസിയാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം നിഷേധിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. 20,000-ലധികം പേർ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കാത്തവരായിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടൊരു കേസ് നിലവിലുണ്ട്. എത്ര പേർക്കാണ് ബാലറ്റ് പേപ്പർ കൊടുക്കാതിരുന്നത്, വോട്ട് ചെയ്യാതിരുന്നത് എന്നതിന്റെ കൃത്യമായ കണക്ക് പോലും ഇലക്ഷൻ കമ്മീഷന് കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായും അതിന്റെ അടുത്ത സിറ്റിംഗിൽ ഈ കണക്കിന്റെ വിശദാംശങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20,000-ലധികം പേർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനായില്ല എന്നുള്ള പ്രശ്നം ഗുരുതരമായി നമ്മുടെ മുമ്പിൽ വരുന്നത്. അതുപോലെ NCC, സ്റ്റുഡൻസ് പോലീസ് തുടങ്ങിയ NSS മേഖലയിലൊക്കെയുള്ള പ്രത്യേകം റിക്രൂട്ട് ചെയ്തിട്ടുള്ള വളണ്ടിയർമാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് അവകാശം ലഭ്യമായില്ല
എന്ന പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വോട്ടവകാശം ലഭിച്ച എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം അനുവദിക്കണം. അത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. ഹൈക്കോടതിയിലുള്ള കേസ് സ്വാഭാവികമായും സാങ്കേതികത്വം പറഞ്ഞ് വോട്ട് നിഷേധിക്കാതെ കോടതി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഈ ഭരണഘടനാ ലംഘനം ഒഴിവാക്കാൻ, അവസാനിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.